ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചുരക്ക ചേർത്തുള്ളൊരു നാടൻ കറിയാണ്. ചുരക്കയും പരിപ്പും ചേർത്ത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണിത്. ചുരക്ക രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഇത് മൂത്ത ചുരക്കയാണ്. വളരെ ചെറിയ ചുരക്കയാണെങ്കിൽ കുരു കളയാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ചുരക്ക പീല് ചെയ്ത ശേഷം കുരു കൂടെ കളഞ്ഞെടുക്കാം. കുരു കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ചെറിയ കഷ്ണങ്ങളെ അരിഞ്ഞ ശേഷം കഴുകിയെടുക്കാം. പരിപ്പ് ആദ്യം വേവിക്കാൻ വയ്ക്കാം. ഞാൻ തുവരപ്പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കറിയിൽ ചേർക്കാൻ പുളിക്ക് വേണ്ടി ഒരു തക്കാളി കൂടെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. പരിപ്പ് വെന്ത ശേഷം ചുരക്ക കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും പച്ചമുളകും അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എല്ലാം വേവിക്കാൻ വയ്ക്കാം. തക്കാളിക്ക് പകരം പച്ചമാങ്ങയോ പുളിയോ ചേർത്ത് കൊടുക്കാം. എല്ലാം വേകുന്ന സമയത്ത് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വെന്ത ചുരക്കയിലേക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തിളയ്ക്കാൻ വയ്ക്കാം. കടുക് താളിക്കാനായിട്ട് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നിറം മാറിയ ശേഷം വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചുരക്കക്കറി റെഡി ആയിട്ടുണ്ട്. ദോശയുടെയും പുട്ടിൻ്റെയും കൂടി നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്